എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ പുഡിങ്ങിന് കോൺഫ്ലവറോ വിപ്പിംഗ് ക്രീമോ കസ്റ്റാർഡ് പൗഡറോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും വേണ്ട. ബിസ്ക്കറ്റ് പുഡിങ്ങിന് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ബിസ്ക്കറ്റും ബട്ടറും മാത്രമാണ്. ഈ പുഡിംഗ് ആരോറൂട്ട് ബിസ്ക്കറ്റ് കൊണ്ടുണ്ടാക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ബട്ടർ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ വാങ്ങാൻ ശ്രദ്ധിക്കണം. 1/2 ഗ്ലാസ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുക. അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് തന്നെ പുറത്തെടുത്ത് വയ്ക്കണം, എന്നാലേ അലിഞ്ഞു കിട്ടും. ഇതിലേക്ക് 1/4 ഗ്ലാസ് പാലും ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ വനില എസൻസ് എന്നിവ ചേർത്ത് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മിക്സി യൂസ് ചെയ്തെന്നേ ഉള്ളൂ. ബീറ്റർ ഉള്ളവർ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ ബട്ടർ ക്രീമിൻ്റെ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കോഫി ഉണ്ടാക്കാം. 1 ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട ശേഷം ഒന്ന് ചൂടാറാൻ വയ്ക്കുക. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സ് ഒന്ന് ശരിയാക്കി എടുക്കാം. അതിനായി അണ്ടിപ്പരിപ്പും ബദാമും 2-3 കഷ്ണങ്ങളാക്കി മുറിക്കുക. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കുക. ഉരുകാൻ തുടങ്ങി പഞ്ചസാര ബ്രൗൺ നിറമാകുമ്പോൾ നട്ട്സ് ചേർത്ത് നന്നായി ഇളക്കുക. നട്ട്സിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എൻ്റെ പഞ്ചസാര അത്ര ബ്രൗൺ ആയില്ല. ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ നട്ട്സിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഇത് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്യാം. നന്നായി പൊടിയാകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അനുയോജ്യമായ ഒരു പുഡിംഗ് ട്രേ എടുക്കുക. ബിസ്ക്കറ്റ് ഒരു പ്ലേറ്റിൽ എടുത്തു വയ്ക്കാം. ബിസ്ക്കറ്റ് ഓരോന്നായി കോഫിയിൽ ഡിപ്പ് ചെയ്ത ശേഷം ഈ പുഡിംഗ് ട്രേയിൽ നിരത്തുക. ഓവർലാപ്പ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ബട്ടർ ക്രീം മുകളിൽ പരത്താം. വീണ്ടും ബിസ്ക്കറ്റ് നിരത്തുക. മുകളിൽ ക്രീം ചേർക്കാം. ട്രേയുടെ അളവിനനുസരിച്ച് ബിസ്ക്കറ്റും ക്രീമും എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. മുകളിൽ ഗാർണിഷ് ചെയ്യാനായി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് വിതറാം. ശേഷം അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ചെറിയൊരു കണ്ടെയ്നറിൽ നിറച്ചു. ഏകദേശം 7-8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. ഞാൻ വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കിയത്. അതിന് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുതേ.